അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ 8 മണിയായിരുന്നു കേട്ടോ. രാജേട്ടനും കുളിച്ചതാ വിളക്കൊക്കെ വെച്ച് അപ്പോസും രാജേട്ടനും കൂടെ അമ്പലത്തിൽ പോയിരുന്നു. അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ചയല്ലേ, കുട്ടികൾക്കൊന്നും സ്കൂളില്ല കേട്ടോ. അമ്മ ഇട്ടിട്ടില്ല, പിന്നെ അപ്പോൾ രാജേട്ടൻ്റെ കൂടെയാണ് പോയതാ. എനിക്കിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഡ്യൂട്ടി, 3 മണി മുതൽ 7 മണി വരെ. അപ്പോൾ കുറച്ച് വഴുകി നീറ്റു. ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് കട്ട ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ പിന്നെ കുളിക്കാമെന്ന. ഇനിയിപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം, കടിയൊക്കെ വേറെ ഉണ്ടാക്കണം. അവർ വരുമ്പോഴേക്കും വേഗം ഉണ്ടാക്കണം. പിന്നെ ഇപ്പം എന്താ, രാജേട്ടൻ്റെ പണിയൊന്നുമില്ല കേട്ടോ. ഒന്ന് കുറേ ദിവസമായി. ഇപ്പോൾ ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലേക്ക് ടെൻഷനാണ് കേട്ടോ. പണിയില്ലെങ്കിലൊക്കെ ഉണ്ടാവായിരിക്കും. ഏതായാലും നിൽക്കാനേ, കുട്ടികൾക്ക് ലീവല്ല അറിയിട്ടേ അപ്പോൾ പോരണം. അപ്പം എനിക്ക് പോകാനും പറ്റിയിട്ടില്ല. പിന്നെ കോഴികളെ അവിടെ വെച്ചുണ്ടാക്കുന്നുണ്ട്. നമുക്ക് ആദ്യം അവരൊന്നും വേണ്ട. ഇങ്ങനെ ഒരു സെറ്റപ്പാട്ടെ ഞാൻ രാത്രി ഉണ്ടാക്കാറ്. കാരണം എന്നാൽ നായയോ കീരിയോ എന്തെങ്കിലും വന്നാലേ കല്ലൊക്കെ കുറേ കയറ്റിക്കും ഇതിൻ്റെ മേലെ, പലകയുടെ മേലെ. എല്ലാവരും വിടേണ്ട സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് വെച്ചുണ്ടാക്കുന്നത്. നമുക്ക് വരെ വിടാം. എല്ലാവരെയും മുട്ടുണ്ട്. വൈകുന്നേരം വരെ ഇവരുടെ കങ്കാണ്. കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ. മഴ ദിവസമാണ്. അപ്പോൾ ഒരു കാലാവസ്ഥയെ ഒരു മൂടലാണ്. കോഴിയൊക്കെ ഉള്ളത് കൊടുത്തു. ഇനി കുട്ടികൾക്ക് ഉണ്ടാക്കട്ടെ. ഇപ്പം എന്താ അറിയുമോ, ഇഡ്ഡലി ഉണ്ടാക്കണം വിചാരിച്ചിട്ട് അരച്ച് വെച്ചതാ. വല്ലാണ്ട് പൊങ്ങിയിട്ടൊന്നുമില്ല. അത് എന്താ അറിയില്ല, അല്ലെങ്കിൽ നല്ല പൊങ്ങണതാണ്. പിന്നെ ഇപ്പം അതാ കുറച്ച് കട്ടൻ ചായ ഉണ്ട്. ഇനി ഞാൻ തുടങ്ങട്ടെ കേട്ടോ, കാണിക്കാം. വീട്ടിലേക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കറി, അതിലേക്ക് ചെറിയൊരു സാമ്പാർ പോലെ ഉണ്ടാക്കണം. നമുക്ക് വെണ്ടയ്ക്ക ഉണ്ട്, ഒരു ഉള്ളി, തക്കാളി ഉണ്ട്. നമ്മുടെ മേലെ വാർപ്പിൻ്റെ മേലെ വഴുതനങ്ങ ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വഴുതനയും കൂടെ കൂട്ടാം. പോയി വെക്കാം, മേലെ ഇത് പോയി വെക്കാം കേട്ടോ. കത്തിയും പാത്രമൊക്കെ ആയിട്ടോ വന്നുള്ളത്. എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. തക്കാളി ഉണ്ടോ, ഇത്രയായി. ശ്രദ്ധിക്കലേ ഇല്ല കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ഉണ്ട് മൂത്തത്. വേണ്ട, ഇത് വെള്ളരിയുടെ തയ്യാ തോന്നുന്നുണ്ട്. ഇത് ഈ ചാക്കിലേ ഉണ്ടായിരുന്ന. ഇതിലുള്ള തക്കാളിയൊക്കെ പോയിട്ട് നാശമായിപ്പോയി. ഈ വഴുതനുണ്ട് കറി വയ്ക്കാൻ. പിന്നെ ഇത് അവിടെ ഉണ്ടല്ലോ, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഒരെണ്ണം വിത്തിനായിരുന്നു. പിന്നെ ഇതാ പച്ചമുളക്, ഇതൊക്കെ നല്ലതായി, നമുക്ക് പറിക്കാതെ. അപ്പോൾ ഞാൻ പറിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ വഴുതനങ്ങയും. കാണാണ്ടോ, രണ്ട് വഴുതനങ്ങിയിട്ട് തക്കാളിയും പറിച്ചു. കുറച്ച് പച്ചമുളകും നമ്മുടെ കാന്താരിയില്ലേ അതും കൂടെ പറിച്ചു. ചേട്ടനെ വീഡിയോ എടുക്കുമ്പോഴേ ഞാൻ താഴത്തേക്ക് വീഴുന്നൊരു പേടി. ഒരു വഴുതനങ്ങ ഇതുണ്ട്, മുരിങ്ങക്കായ ഉണ്ട്. അപ്പം ഞാനിനി തട്ടിക്കൊണ്ടിട്ട് സാമ്പാർ ഉണ്ടാക്കട്ടെ.
ഇനി ഇതൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇഡ്ഡലിയുടെ അവസ്ഥ ഉണ്ടോ. ഞാൻ ആ മാവ് കണ്ടപ്പോഴേ പറഞ്ഞിട്ടൊരു സുഖമില്ല, പൊങ്ങിയിട്ടുണ്ടാവുന്നില്ല, ഒരു സുഖമില്ല. പിന്നെ അതുമല്ല, ഇതിൽ ഞാൻ ഉപ്പിട്ടുണ്ടാവുന്നില്ല. ഞാനൊരു കഷ്ണത്തിൽ നമുക്ക് ഉപ്പിട്ടിട്ടില്ല. അപ്പം ഞാൻ തോന്നിയറിയോ, ചൂടോടെ ദോശ ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മുടെ സാമ്പാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാർപ്പിൻ്റെ മേലത്തെ വഴുതനങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ കൂട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അമ്മ അപ്പം നീട്ടി വന്നിട്ടേ ഉള്ളൂ. അപ്പം എന്താ വിചാരിച്ചു, ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എന്നും തണുത്തതല്ല അവർ കഴിക്കാറ്. ഉണ്ടായി വറക്കണ ദോശയും നല്ല കുറച്ച് കറി സാമ്പാർ. ഇങ്ങനെയാകുമ്പോൾ 2-3 കഴിക്കുക, അല്ലെങ്കിൽ 1-2 കഴിക്കുള്ളൂ. രാജേട്ടൻ ഒപ്പം എത്തിയിട്ടില്ല. അപ്പം ഇനി കുറച്ചും കൂടി ദോശ ഉണ്ടാക്കട്ടെ. ഇനി തിരുമ്പാൻ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പിയിട്ട് അവിടെയൊക്കെ തോറ്റുണ്ട്. ഇനിയും കുറേ ഉണ്ട്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയല്ലേ, അപ്പം ഇനി ബാക്കി നാളെ അങ്ങോട്ട് ചെയ്യാച്ചിട്ടേ. അപ്പോൾ കറി ഞാൻ ഇനി വേറെ വെക്കണില്ല. ആ രാവിലെ തട്ടിക്കൂട്ടിയ സാമ്പാറുണ്ട്. പിന്നെ ഇതാ കർമ്മൂസ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്പുറത്തൊടിന്ന്. അപ്പം അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ 12 മണിയായിരുന്നു കേട്ടോ. കാരണം നല്ല പണി കേട്ടോ. മറ്റേത് രാവിലെ നമ്മൾ പണികളൊക്കെ ഒരുക്കിച്ച് പോയാൽ കുറച്ചൊരു റെസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് ജോലി സ്ഥലത്ത് പോയാലും. ഇത് രാവിലെ തുടങ്ങിയതാണ്. എന്താ വെച്ചാൽ നല്ല പണി, ആകെ നനഞ്ഞെണ്ണു. ഇനിയിപ്പോൾ അതാ ചോറും കറിയൊക്കെ ആയിട്ട് ഒക്കെ മാറ്റി 2:30 ഒക്കെ നമുക്ക് പോകണം. അപ്പം ഞാൻ നമ്മളെ അപ്പുറത്തെ വീട്ടിലത്തെ അവര് കറിവേപ്പില എന്താ ഇത്ര തോനെ കറിവേപ്പിലിട്ട് നമുക്ക് എന്താ വെച്ചിട്ടാണ് വാടും. ഫ്രിഡ്ജില്ലല്ലോ, അപ്പൊ മറ്റേ ഞാൻ വെളിച്ചെണ്ണ കിട്ടുമ്പോ എണ്ണ കാച്ചാനൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ വെളിച്ചെണ്ണക്ക് കിട്ടാൻ പാടാണ്. അതാ കോഴിയോടെ കീരി പിടിച്ചോണ്ട് അതാ കീരി കീരിയാണ്. ഞാൻ കണ്ടു. ഇടിച്ചാർന്നു കേട്ടോ. ഒരു ഒരൊറ്റ അടുത്തായിരുന്നു. ഒക്കെ ഓടി വന്നിട്ടുണ്ട്. ഒക്കെ അവിടേക്കേ പോവുള്ളൂ. ആരും തൊടിയേക്ക്. ഇതാ ഇനി വേറെ ആൾക്കാർ ഇവിടെ നിൽക്കണു. ഇവരൊക്കെ എത്ര ആട്ടി വിട്ടാലും എന്താറിയോ, ഉച്ചക്ക് ഇനി പോകുമ്പോ ഇവരൊക്കെ കൂട്ട് കയറ്റിയിട്ട് വേണം പോവാന്. അല്ലെങ്കിൽ വരുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ അയക്കാക്കണം. ഉപ്പേരി ഉണ്ടാക്കാൻ വേഗം. ഗ്യാസ് സ്റ്റവ് അവിടെ ഇങ്കിടാവില്ലേ, അതിന്റെ മുഖം ഇങ്കിടാക്കി. ആദ്യം ഇങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ അത് ഇതിന്റെ പണി നടത്തിയപ്പോൾ അങ്ങടെ വെച്ചതായിരുന്നു. അവിടെ ചേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ഗ്യാസ് അടുപ്പ് ഇങ്ങനെ ജനലിന്റെ അടുത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ പിന്നെ ഇന്നലെ വെച്ചു. കറി ഞാൻ പറഞ്ഞില്ലേ, കറി ഇത്ര ഇല്ലോ, ഇത് മതി. ഇത്ര ഉണ്ട് കറി, പക്ഷെ കുറച്ച് കുറുകിപ്പോയി. ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു സമയം. ഈ സമയം കേട്ടോ, ഈ സമയം വേഗം പോകും. അപ്പൊ എന്നാ ഉപ്പേരിയും കൂടെ വെച്ചാലേ, കടുകൂടെ ഉപ്പേരിയും കൂടെ വെച്ചാൽ പിന്നെ പണി ഒരുങ്ങും. സമയം ഉണ്ടെങ്കിലും മക്കൾക്ക് എന്താ പറയാ, പച്ചരി വെച്ചിട്ടേ കഴുകാറുണ്ട്.
കുറേ ഉണ്ടാവും. കഴുകി വെച്ചതാ. അപ്പൊ പിന്നെ പച്ചമുളക് നമ്മുടെ എന്താ ഇടാം അല്ലേ? കാന്താരി കുത്തി നല്ല രസാട്ടോ. പച്ചമുളക് ഇടാം നല്ല എരിവിൽ. രാജേട്ടനൊക്കെ അമ്പലത്തിൽ പോയി. അപ്പൊ എന്താ വെച്ച് പച്ചരി വെച്ചിട്ട് പായസത്തിൽ ഉണ്ടാക്കാലോ വെച്ചിട്ടേ. രസാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ. ഇന്ന് മീനൊന്നും ഇല്ല കേട്ടോ. ഇന്നലെ ഉണ്ടാകുന്ന ഉണക്കല് അല്ലേ? കുറച്ച് വെള്ളം കൂടെ ഒഴിക്കട്ടെ. ഇവരെന്ത് ചെയ്തു അറിയോ? നമ്മളവിടെ അമ്പലത്തില് മുതിർച്ചി അമ്പലത്തിൽ ആനയൂട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വരുമ്പോ അവിടെ കയറി ചായ കുടിച്ചു. ഈ സാമ്പാർ വന്നു അവിടെ നിന്ന് കഴിച്ചിട്ടാ വന്നത്. അപ്പൊ പിന്നെ സാമ്പാറൊക്കെ ഉണ്ട്. അപ്പൊ മറ്റേ ഞാൻ വേറെ എന്തെങ്കിലും വെക്കണം വെച്ചിട്ടാണ് കേട്ടോ. മുതല ഉണ്ടെന്ന് മുതലൊക്കെ ഇട്ടൊരു പുളി വെക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു. പരിപാടി വൈകുന്നേരം എന്തായാലും വെക്കണം. അപ്പൊ എന്നാ മതിയല്ലോ വെച്ചു. ഉപ്പേരിയും കൂടെ ആയാല് വേണമെങ്കിൽ നമുക്ക് പിന്നെ അച്ചാറുണ്ടല്ലോ. മറ്റേ അമ്പഴങ്ങച്ചാറുണ്ട്, കടുമാച്ചാറുണ്ട്. അത് മതിയില്ല. വെയിലൊക്കെ ഉണ്ട്. തുണികളാണെങ്കിൽ ഇതിലെ ഫുള്ള് പിന്നെ നമ്മൾ ആ ഷീറ്റ് ഇട്ടില്ല, അതിന്റെ മേലെ കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വേഗം ആവട്ടെ ഉപ്പേരി. അപ്പൊ ഇങ്ങനെ ചോറും കേട്ടോ. ഇത്രയും വിഭവങ്ങളേ ഉള്ളൂ. അപ്പോൾ കർമ്മപ്പേരി, സാമ്പാർ രാവിലത്തെ, പിന്നെ നമ്മുടെ അമ്പഴങ്ങയും വെളുത്തുള്ളിയൊക്കെ അച്ചാറും. ഉപ്പ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. ഉപ്പിൻ്റെ ആശാനം ഇവിടെ ഉപ്പാണ്. ഉപ്പിന് കറി എത്ര ഉണ്ടെങ്കിലും ഉപ്പില്ല ഇല്ല പറയും. അപ്പോൾ ഞങ്ങളിനി ചോറിനിട്ട് മോന് വന്നിട്ട് കേട്ടോ. അവനെ രാജേട്ടനൊക്കെ കൊന്നക്കാവ് പോയപ്പോൾ പോകുന്നതാ. സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വന്ന് ഇവിടെ നമുക്ക് ചോറിനിട്ട് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ മേടിക്കാം അല്ലേ? പപ്പടം എന്തെങ്കിലുമൊക്കെ മേടിക്കാം. നൂഡിൽസാ? അപ്പോഴേ മഴയും വരുന്നുണ്ട്. ഇനി ചോറുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പോവാറായിരുന്നു. 2:30 പോവാം. 3 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പറഞ്ഞു തരണം കേട്ടോ. അപ്പൊ ഇത്രയും